മിന്നാമിനുങ്ങ എന്നുള്ളത് അതുവരെ മലയാളം പ്രേത സിനിമകൾ കണ്ടിട്ടുണ്ട്, ഹൊറർ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. ഇത് ഹൊറർ കോമഡി. റാഫിയാണല്ലോ ഇതിന്റെ ഡയറക്ടർ. റാഫി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിന്റെ മ്യൂസിക് ചെയ്യുന്ന അലക്സ് പോളാണ്. അലക്സ് പോളിന്റെ പാട്ടാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. ഇളയരാജനെ പോലെ ചെയ്യണമെന്നൊക്കെ പറയുന്നു. അതിനൊരു ആൻസറാണ് പുള്ളി പറഞ്ഞത്, ഞങ്ങൾക്ക് വേണ്ട അലക്സ് പോളിന്റെ മ്യൂസിക് ആണെന്ന് പറഞ്ഞു. ഏറ്റവും ആദ്യമായിട്ട് യക്ഷിന വെള്ള സാരി ഇട്ട് ഏതൊരാൾ കാണിച്ചപ്പോൾ എല്ലാവരും അത് അനുവർത്തിക്കാൻ തുടങ്ങി. ഒരു സിനിമയുടെ സംഗീത സംവിധായകൻ എന്ന് പറഞ്ഞാല് പലർക്കും അത് അറിയില്ല. ഒരു സിനിമയുടെ പാട്ട് എങ്ങനെ വേണോ തീരുമാനിക്കേണ്ട ആളാണ് സംഗീത സംവിധായകൻ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ. പലപ്പോഴും അതിന്റെ ഡയറക്ടർ തീരുമാനിക്കുന്ന ഒരാളായി മാറരുത്. അങ്ങനെ വരുമ്പോഴാണ് പാട്ടുകൾ പൊളിഞ്ഞു പോണത്. സെക്കൻഡ് മൂവിയിലും പിന്നെ രാജമാണിക്യത്തിലും കോമൺ ആയിട്ട് റഹ്മാൻ മമ്മൂട്ടി കോമ്പോലെ ഹിറ്റ് പാട്ടുകളാണ് അമ്പലക്കരയും പാണ്ടിമേളം. മൂവിയിലെ എല്ലാ പാട്ടുകളും ഹിറ്റാണ്. ഇന്റർവ്യൂ ഉണ്ടെന്ന് അറിയാം എനിക്ക് ചാനലുകളിൽ. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, എനിക്ക് ജോലിയില്ല. ഒരു വർഷം കഴിഞ്ഞിട്ടാ ബ്ലാക്ക് വരുന്നത്, അതും അതിലൊരു പാട്ടേ ഉള്ളൂ. ആ ഒരു പാട്ട് ഹിറ്റായില്ലെങ്കിലാ ഞാൻ തകർന്നു പോയില്ലേ? ആ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്നാൽ ഞാൻ വിചാരിച്ചു ഞാൻ നിലവിലുള്ള സംഗീത സംവിധായകൻ എന്നുള്ള സംഭവം മാറ്റാം, കുറെ പാട്ടുകൾ ചെയ്യാം, അപ്പോ സെലക്ട് എടുക്കാന്നൊക്കെ കരുതി. അതില് രഞ്ജിത്തായിരുന്നു ഡയറക്ടർ. അയാളത് ഓക്കെയെന്ന് പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞു അടുത്ത കേൾപ്പിക്കാന്ന് പറഞ്ഞപ്പോ എന്തിനാണ് ഇത് ഓക്കെയാണ്, സമ്മതിച്ചില്ല. അപ്പൊ അവിടെ നമുക്ക് നടന്നില്ല. അമ്പലക്കര തെച്ചിക്കാൽ പൂരം MG സുമാർ പാടി, റഹ്മാൻ ഡാൻസ് ചെയ്തു, മമ്മൂട്ടിയുടെ ആ ഗ്ലാസ്സിൽ അടിക്കുന്ന സാധനമൊക്കെ എല്ലാം നമ്മളെ മെമ്മറിയിലേക്കുന്നുണ്ട്. വട്ടോലക്കൂട എന്നുള്ള പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടല്ല കേട്ടോ. ആ, എനിക്ക് അതിനെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. എനിക്ക് എന്റെ പാട്ടാന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാമല്ലോ. തമാശക്ക് വേണ്ടി ഞാൻ ഒരുപാട് പാട്ട് കമ്പോസ് ചെയ്ത് വെക്കുമെന്ന് പറഞ്ഞില്ലേ, അത് ഏതൊരു പാട്ട് പ്ലേ ചെയ്തപ്പോ അതിൽ ഡയറക്റ്റ് ആയാലും ഷാഫി അത് കേട്ട പുള്ളിക്ക് അത് മതി എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞ് രാജമാണിക്കായിരുന്നു, കാരണം അതൊരു 2005 ഒരു വലിയ ഹിറ്റും ആയിരുന്നു ആ പടം. അതില് ഈ എല്ലൂരി രാജ എന്നൊക്കെ പറയുന്നതില്ലേ, ബെല്ലാരി രാജ, അതാണല്ലോ ഇൻട്രോ. അതിന്റെ ഡയറക്ടർ രഞ്ജിത്തായിരുന്നു ആദ്യം. രഞ്ജിത്തിനെ തീരുമാനിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് എന്തോ അസൗകര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അൻവർ ഷീനെ തീരുമാനിക്കുകയാണ് ചെയ്തത്. ഒരു നല്ല വിദ്യാർത്ഥിയുടെ അടുത്തേക്ക് ഗുരു വരും. സാധാരണ ശിഷ്യന്മാര് ഗുരുവിനെ തേടി നടക്കും. പക്ഷെ നല്ലൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ഗുരു അടുത്തേക്ക് വരും. നല്ലൊരു ഭക്തനാണെങ്കിലോ അമ്പലത്തിലെ പള്ളിയിൽ പോകണ്ട, ദൈവം ഇങ്ങോട്ട് വരും. നമ്മുടെ ഉള്ളിൽ ദൈവം ഉണ്ടാവും. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മ്യൂസിക് ഡയറക്ടർ അലക്സ് പോൾ. സർ, വെൽക്കം. സാറിന്റെ ആദ്യ പടം ചതിക്കാത്ത ജന്തു ഇറങ്ങിയിട്ട് 20 വർഷം കഴിഞ്ഞു. ലാൽ സാറായിരുന്നു അത് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. റാഫി മെക്കാർട്ട്നിൻ കോംബോ, എല്ലാം പരിചിതരായ ആളുകൾ. ബേണി സാർ അതിന്റെ സ്കോർ ചെയ്യുന്നു, ബേണി ഇഗ്നീഷ്യസ് സ്കോർ ചെയ്യുന്നു. ആ ഒരു പടത്തിലേക്ക് ഇന്നാവുന്നത് എങ്ങനെയാ മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ? അതായത് ഞാനൊരു കാര്യത്തിൽ വിശ്വാസമുള്ള ആളായിരുന്നു. അതാരും പറഞ്ഞുണ്ടായുള്ള വിശ്വാസമല്ല, എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളുണ്ടായുള്ള ഒരു വിശ്വാസമാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു നല്ല വിദ്യാർത്ഥിയുടെ അടുത്തേക്ക് ഗുരു വരും. സാധാരണ ശിഷ്യന്മാർ ഗുരുവിനെ തേടി നടക്കും. പക്ഷെ നല്ലൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ഗുരു അടുത്തേക്ക് വരും. നല്ലൊരു ഭക്തനാണെങ്കിലോ അമ്പലത്തിലെ പള്ളിയിൽ പോകണ്ട, ദൈവം ഇങ്ങോട്ട് വരും. നമ്മുടെ ഉള്ളിൽ ദൈവം ഉണ്ടാവും. അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ചത് ഇന്നതാണ്. അതിനുവേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഇന്ന് ആളുകൾ പറഞ്ഞാൽ ഇപ്പോഴായതുകൊണ്ട് വിശ്വസിക്കും, അന്ന് വിശ്വസിക്കില്ല. അതുകൊണ്ട് ഞാൻ അവിടെ പറയില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. അതായത് അന്നത്തെ ഒരു കാലത്ത് ഞാൻ ഡെയിലി 20 പാട്ടെങ്കിലും കമ്പോസ് ചെയ്യായിരുന്നു ഒരു ദിവസം. പുതിയ പാട്ടുകൾ ക്രിയേറ്റ് ചെയ്യായിരുന്നു. അന്ന് കാസറ്റൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഈ കാസറ്റിൽ ചെയ്തിട്ട് അതിങ്ങനെ കൂടി കിടക്കും. അത് പിന്നീട് എടുത്ത് അതൊന്നും കേൾക്കാറൊന്നുമില്ല. പക്ഷെ അതൊരു സാധകം പോലെ അല്ലെ പ്രാക്ടീസ് ചെയ്യണ പോലെ അതങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പല കൂട്ടുകാരും നിലവിലുള്ളൊരു വിശ്വാസം എന്താണ്, നമ്മൾ മുട്ടുവിൻ തുറക്കപ്പെടും അല്ലേ, അന്വേഷിക്കും കണ്ടെത്തും എന്നൊക്കെ പറയണ പോലെ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് എന്താണ്, എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുമെന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു, നീ ഭയങ്കര മണ്ടനാണ്, അങ്ങനെ ഒരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കണ സമയമായിട്ടില്ല, സമയമായില്ല ദാസ എന്ന് പറഞ്ഞത്. അങ്ങനെ എൻ്റെ വിവാഹം കഴിഞ്ഞു, അപ്പോഴും സമയമായിട്ടില്ല. അത് കഴിഞ്ഞിട്ടൊരു കുട്ടി ജനിച്ചു, അപ്പോഴായിട്ടില്ല. അപ്പോൾ എന്താ ജോലി ചെയ്തിരുന്നേ? അപ്പൊ ഞാൻ മ്യൂസിക് ഫീൽഡിൽ തന്നെ ഇതൊക്കെ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നത്. സിനിമയിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ എല്ലാ സാധ്യതകളും ഉണ്ട്. എന്റെ ജ്യേഷ്ഠൻ പടം ഡയറക്റ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ആയി. ഞാൻ ആരുടെ പോയിട്ട് ചോദിക്കില്ല, ചേട്ടൻ്റെ അടുത്ത് പോലും, അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ ഒന്നും നടക്കില്ല, ഞാൻ നിൽക്കില്ല. എൻ്റെ അടുത്തേക്ക് വരും. അതായത് എന്നെ ആവശ്യമുള്ളവർ എൻ്റെ അടുത്തേക്ക് വരും.
അത് അഹംഭാവം കൊണ്ടൊന്നുമല്ല, ഞാൻ ഭയങ്കര കഴിവാണെന്ന് വിചാരിച്ചിട്ടല്ല. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ അത് പലതും പ്രാക്ടിക്കലായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംഭവത്തിൽ അവസാനം ഞാൻ കരുതി ഈ കൂട്ടുകാർ പറയുന്നത് തന്നെ ശരി, ഒരു മണ്ടത്തരമാണെന്ന് കരുതി. പക്ഷെ എനിക്ക് അപ്പം നഷ്ടമാവുന്ന എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത്. അതായത് അങ്ങനെ ഞാൻ വിശ്വസിച്ചിരുന്നല്ലോ, അത് നടക്കാണ്ട് വരുമ്പോൾ പിന്നീട് ജീവിതത്തിലെല്ലാം അങ്ങനെ തന്നെ വേണ്ടി വരും. എനിക്ക് എല്ലാത്തിനും അങ്ങാട് പോയിട്ട് ചെന്ന് വേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാ കുട്ടികളും പറയാറുണ്ട്, നമ്മൾ കഷ്ടപ്പെട്ട് അതിൻ്റെ പുറകെ കടന്നാലും മൊത്തം കിട്ടുള്ളൂ മോനെ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷെ ആ സമയത്ത് ഞാൻ അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഈ വിശ്വാസം വിടാൻ വലിയ താല്പര്യമില്ല. അങ്ങനെ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് ഡയറക്ടേഴ്സ് വരികയാണ്. പറഞ്ഞ പോലെ തന്നെ വീട്ടിലേക്ക് വരുന്നു. റാഫി ആണ് എൻ്റെ ഡയറക്ടർ, റാഫി മെക്കാട്ടിയാണ്, അല്ല റാഫി ആണെന്ന് വന്നത്. അതിനുള്ള പ്രൊഡ്യൂസേഴ്സും ഉണ്ടായിരുന്നു, വരുന്നു. ആ സമയത്തെന്ന് പറയണത് എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ ഒരു ഹോം സ്റ്റുഡിയോ ഉണ്ട്. അതിൽ 24 hours എന്ന് പറഞ്ഞ പോലെ വർക്ക് നടക്കുകയാണ്. നിൽക്കാൻ നേരമില്ല എനിക്ക്, അതുപോലെ വർക്കാണ്. സിനിമയുടെ വർക്കല്ല കേട്ടോ, സീരിയൽസിൻ്റെ. അതായത് ഞാൻ എല്ലാ വർക്കും, എഡിറ്റിങ് പോലെ ഡബിങ്, സൗണ്ട് എഫക്റ്റ്, മ്യൂസിക് എല്ലാം ചെയ്യുമായിരുന്നു. കൂട്ടത്തിൽ ചെറിയ ഡയറക്ഷൻ ഉണ്ട്, പക്ഷെ എൻ്റെ പേര് നോക്കില്ല. ഇതിനോടൊപ്പം ഈ പറഞ്ഞ പാട്ടുകൾ ഇത്രത്തോളം കമ്പോസ് ചെയ്യണം. പക്ഷെ ഒരു സാധനം മാത്രം എനിക്ക് പോവാണിഞ്ഞിട്ടില്ല. എന്താണ്? ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള സിനിമ എനിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. ഡയറക്ടർ എന്നുള്ള സംഭവം എനിക്ക് വേണ്ട, നടനും വേണ്ട. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ലാലും അവരൊക്കെ ഉണ്ട്. അതാണ് എൻ്റെ ലക്ഷ്യം. ഞങ്ങൾക്ക് എല്ലാവർക്കും മ്യൂസിക്കുള്ള ഫാമിലിയാണ്. അങ്ങനെ ഫൈനലി ഇവർ എൻ്റെ വീട്ടിലേക്ക് വരുന്നു. വന്നു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തൊന്ന് പറയുന്നു, ഇങ്ങനെ അടുത്ത പടത്തിൽ താങ്കളാണ് സംഗീതം ചെയ്യണമെന്ന് പറഞ്ഞു. റാഫിൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെ ഒന്നും എൻ്റെ മുഖത്ത് എക്സ്പ്രഷൻ ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് ചായ കുടിച്ച് അവർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ റാഫിക്ക് ഡൗട്ടായി. പുള്ളിക്ക് മനസ്സിലായില്ലെന്ന് തോന്നണം. എൻ്റെ മുഖത്തൊരു എക്സ്പ്രഷൻ ഇല്ല, സാധനം ഇങ്ങനെ തുള്ളി ചാടുമല്ലോ, അതൊന്നും കണ്ടില്ല. അതിനെ റാഫി എന്നെ വിളിച്ചിട്ട് ഇടൂ, എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്, അടുത്ത പടത്ത് ആന മ്യൂസിക് ചെയ്യണമെന്നാണ് പറഞ്ഞതെന്നാ. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണെന്ന് എല്ലാം പുള്ളിക്ക് അറിയാവുന്ന. റാഫി എൻ്റെ കൂട്ടുകാരൻ ഞാൻ പറഞ്ഞല്ലോ. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഇങ്ങനെ കാര്യം പറഞ്ഞ് ഞാൻ സന്തോഷം കാണിച്ചാലേ പറ്റുള്ളല്ലോ എന്ന്. ഞാൻ സത്യത്തിൽ ആ സമയത്ത് ചിന്തിച്ചെന്താണെന്നറിയാമോ? ഞാൻ ചിന്തിച്ചത് എനിക്ക് നിറയെ വർക്കുകൾ നടക്കുന്നുണ്ട്, ഇത് ചെയ്യുമ്പോൾ അത് നിർത്തേണ്ടി വരും, അവരോടൊക്കെ എന്ത് പറയുമെന്നാണ് ഞാൻ ആലോചിച്ചത്. അതിന് സമയം ഉണ്ടായില്ല. ഇതാണ് ഞാൻ ആലോചിച്ചത്, അയ്യോ അവരോടൊക്കെ എന്ത് പറയും, ഇന്ന് വൈകുന്നേരം വേറെ വർക്ക് കൊടുക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം, ഇത് സിനിമയല്ല എന്നൊക്കെയാണ് ആലോചിച്ചത്. ഇയാളിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പോയി ഒന്ന് അഭിനയിച്ചാണിത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അഭിനയിക്കാൻ കഴിവുണ്ടെന്ന്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഞാനിത് എൻ്റെ ഭാര്യയോട് പറഞ്ഞപ്പോൾ അവളും വിശ്വസിച്ചില്ല. എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു വലിയൊരു കാര്യം പറഞ്ഞിട്ടും നിങ്ങൾക്കൊരു ഒന്നും തോന്നിയില്ലോ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്, അടുത്ത ഞാൻ സിനിമയിൽ അഭിനയിച്ചു ഇതുപോലെ തന്നെ. അപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു ഞാൻ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടനൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് പറയാം, അത് നിങ്ങൾ കാണുമ്പോൾ പറഞ്ഞാൽ മതി. ഞാൻ പറയണത് നമ്മൾ തീഷ്ണമായിട്ട് സംഭവത്തിൽ ആഗ്രഹിക്കുകയും വർക്ക് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് സംഭവിക്കുന്നതാണത് എന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അതാണ് ഞാൻ പഠിച്ചത് കേട്ടോ. എന്താണെങ്കിലും എൻ്റെ അടുത്തേക്ക് വരികയാണ് ഉണ്ടായത്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര കഴിവുള്ള ആളാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പാട്ടുകൾ പൊളിഞ്ഞു പോകണ്ടായില്ലേ, ശ്രദ്ധിക്കാണ്ട് വരണ്ടായില്ല. അങ്ങനെ വന്നിട്ടില്ല. ഹിറ്റ് പാട്ടുകൾ ഒരുപാട് തുടർച്ചയായി ഓരോ പാട്ടുകൾ ഇപ്പൊ എടുക്കുക. നിങ്ങള് മോള് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, ആദ്യത്തെ പടം ചതിക്കാത്ത എന്തുവാണ്, അതിലെ പാട്ടുകൾ അറിയാൻ പിന്നെ ഞങ്ങളൊക്കെ തിയേറ്ററിൽ പോയി കണ്ട പടമാണത്. അതൊരു വിഷു റിലീസ് ആയിരുന്നു. അന്ന് എനിക്ക് ഓർമ്മ ഹോസൈന, കാക്കോത്തിക്കാവിലെ, പിന്നെ വരുന്നത് നമ്മുടെ മിന്നാമിനുങ്ങെ, അതൊരു ഹൊറർ കോമഡി സോങ്. 5 പാട്ടുകളാണല്ലോ വരുന്നത്. പിന്നെ ഞാനും വരട്ടെ എന്നുള്ളത്, ആ ഹോസൈനയും ഞാനും വരട്ടെയും കമ്പൈൻ ചെയ്യുന്നത് എങ്ങനെയാ? ഓക്കെ ഓക്കെ, അതൊക്കെ ഒരുപാട് കഥകളുണ്ട് പറയുകയാണെങ്കിൽ. ഓരോ പടത്തിനെ പറ്റി പറയാൻ ഭയങ്കര രസമാണ്. അത് കൂടാണ്ട് ഒരു പാട്ട് കൂടി ഉണ്ട് അതില്, 4 പാട്ടാണ്. ലവ് ലെറ്റർ, അത് ഓർമ്മയുണ്ട്. കൊള്ളാം, അത് കൊള്ളാട്ടോ. അത് കൊള്ളാന്ന് പറയാൻ കാര്യം 4 പാട്ട് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മഴ നീട്ടും ശ്രുതിയും, മഴയത്തുള്ള പാട്ട്. അതെ അതെ. ഈ 5ാമത്തെ പാട്ട് മോളെ ഓർക്കുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 4 പാട്ടാണ് അതിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ പാട്ടെല്ലാം കഴിഞ്ഞു, ഞാൻ നിലവിലുള്ള എല്ലാ വർക്കുകളും തീർത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു, സിനിമയാണ് എന്ന് പറഞ്ഞു. അപ്പോഴെൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, നീ എന്ത് മണ്ടത്തരം കാണിക്കണത്, സിനിമ ചിലപ്പോൾ പൊളിഞ്ഞു പോകും, എനിക്ക് ജീവിക്കേണ്ടതെന്ന് ചോദിച്ചു. കുട്ടികളും ഭാര്യയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറയുന്നതെന്ന് വെച്ചാൽ അവരെന്നെ വിശ്വസിച്ചിട്ടാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ അവരോട് പറയണം ഞാൻ ചെയ്യേണ്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പാട്ടിൽ വിജയിക്കുമെന്ന് കരുതിയിട്ടല്ല അവർ കോടികൾ മുടക്കുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് സംഗീതം ചെയ്യണമെന്ന് എന്നെ സമീപിച്ചത്. അതുകൊണ്ട് ഞാനിതെങ്കിലും കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനത് എല്ലാം നിർത്തി.
ഞാൻ മണ്ടനായിട്ടല്ല, അതാണ് എൻ്റെ ശരി. ഉം. 2 വഞ്ചിയിൽ കാലുകുത്താൻ പറ്റില്ല. അങ്ങനെയാണ് ആ പടം ചെയ്തത്. അപ്പോൾ ഞാനിതെല്ലാം, പക്ഷേ എനിക്കൊരു പ്രശ്നം പറ്റുമെന്ന് വെച്ചാൽ 4 പാട്ടും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. ഒരു പണിയില്ല. ഈ പടം ഇറങ്ങാൻ സമയം എടുക്കും. അതുപോലെ എനിക്കൊരു പണിയില്ല. ഞാനാകെ ബോറടിച്ചിട്ട് എന്താ ചെയ്യണമെന്നറിയില്ല. ആരും എൻ്റെ അടുത്ത് വരില്ല, എല്ലാവരും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞേക്കല്ലേ. പെട്ടെന്ന് സിനിമ വരില്ല. ഈ സിനിമ ഇറങ്ങിയിട്ട് വിജയിച്ചാലേ വരുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീട്ടിൽ ഒരാളൊന്ന് ബെല്ലടിക്കുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ഒരാൾ വരുന്നു. എന്താ പേരെന്ന് ചോദിച്ചപ്പോൾ ഒരു പേര് പറഞ്ഞു. ആ പേര് പിന്നെ പറയാം അയാളുടെ. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ കുറച്ചൊക്കെ ലിറിക്സ് എഴുതും. ഓക്കെ, അങ്ങനെ അയാളെ അവിടെ നേരെ സ്റ്റുഡിയോയിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലേ വീടിൻ്റെ മേലെ തന്നെ സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ ആൾ നേരെ മേലേക്ക് പോയി. അതെൻ്റെ വൈഫ് പറഞ്ഞു, ഇതെന്താണ് അയാളോട് വന്നപ്പോൾ തന്നെ പറഞ്ഞു വിട്ടത്. അവനത് എൻ്റെ മനസ്സിലാണ് തോന്നി. അയാൾ മേലേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ ബോറടിച്ചിരിക്കണല്ലേ. അവിടെ ചെന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, എടാ ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ കഴിവോ ഒന്നും നോക്കിയിട്ടില്ല. നീ എഴുതിയാണ് ലൈൻസ് ഒന്ന് കാണിട്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അവനോട് പറഞ്ഞു, എടാ ലവ് ലെറ്ററിനെ പറ്റിയൊരു പാട്ടുണ്ടാക്കണം. അപ്പം ഞാൻ ചെയ്യണ സിനിമ അതാണല്ലോ, ചതിക്കാത്തൊന്നും പടം. ലവ് ലെറ്ററാണ് അതിലെ വിഷയം. അപ്പോൾ ആകുമ്പോൾ തന്നെ ഒരു ട്യൂൺ കൊടുക്കുന്നു. അവൻ അപ്പം തന്നെ എഴുതുന്നു. ഞാൻ അപ്പം തന്നെ ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നു. പ്രോഗ്രാമറും കൂടിയാണ് ഞാൻ. എല്ലാ പണിയും ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അങ്ങനെ എല്ലാം ചെയ്തിട്ട് അന്ന് ഈവനിങ്ങിൽ ഞാൻ ഈ സാധനം കൊണ്ടുപോയിട്ട് കേൾപ്പിക്കാണ്ട് അവരടുത്ത് പോയി. അന്ന് ഡയറക്ടറുണ്ട്, പ്രൊഡ്യൂസർ എല്ലാവരും ഉണ്ടായിരുന്നു. എറണാകുളത്ത് തന്നെയായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ ഇവൻ വന്നില്ല, അവനെ കൊണ്ടുപോയില്ല. എന്താണെന്ന് വെച്ചാൽ ഇൻ കേസ് അവനെ അവർക്ക് തോന്നിയില്ലെങ്കിൽ അവനെ ഫീൽ ചെയ്യണ്ടെന്നില്ല. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ സാധനം കേൾപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പെട്ടെന്ന് നിശബ്ദരായി, ഒന്നും മിണ്ടണില്ല. ഞാനാകെ വല്ലാണ്ടായി, ഒരക്ഷരം പറയണില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അവരാലോചിച്ചെന്താണെന്നറിയാമോ? സിനിമയുടെ പേര് മാറ്റിയാലോ എന്നാണ്. ചതിക്കാത്ത അന്തിന് പകരം ലവ് ലെറ്റർ ആക്കിയാലോ എന്ന് ആലോചിച്ചു. പക്ഷെ എന്താ വെച്ചാൽ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞു പോയി. അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് ആരും എഴുതിയെന്ന് ചോദിച്ചു. പുതിയ ഒരാളാണെന്ന് പറഞ്ഞു. അവനെ കൊണ്ട് ബാക്കി എഴുതിക്കാൻ പറഞ്ഞു. ഇത് പല്ലവി അനുപല്ലം എഴുതിയിരുന്നത്. പിന്നെ അവനെ കൊണ്ട് അതും കൂടി എഴുതി. അങ്ങനെയാണ് സന്തോഷ് വർമ്മ എന്ന് പറഞ്ഞ ഒരാൾ വരുന്നത്. ബാക്കി ഗിരീഷേട്ടനാണല്ലോ അല്ലേ എഴുതിയത്? ബാക്കി പാട്ടുകളെല്ലാം ഗിരീഷ്. സന്തോഷ് വർമ്മ വരുന്നു. അതാണ് ആദ്യത്തെ പടം. ഓരോ സിനിമയും ഓരോ പാട്ടെടുക്കണേ ഒരുപാട് കഥകൾ പറയാം. ഹൊസൈൻ എങ്ങനെയാ അങ്ങനെ മലയാളവും ഇംഗ്ലീഷും ഒക്കെ മിക്സ് ചെയ്ത്? ഹൊസൈനിൽ ഇംഗ്ലീഷ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു എന്താ പറയാ, അങ്ങനെ അതിലൊരു ടൈറ്റാനിക് കൾച്ചറും നാടൻ കൾച്ചറും ആണല്ലോ. ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ്. കൊള്ളാം, അത് പുതുമയുണ്ട്. അതായത് രഹസ്യമാണത്, അതിലും പറയാം. നമ്മളെല്ലാവരും ഈശ്വരവിശ്വാസമൊക്കെ ഇല്ലെന്നൊക്കെ പറയുമെങ്കിലും എല്ലാവരുടെ ഉള്ളിൽ ഈശ്വരവിശ്വാസം ഉണ്ട്. നിരീശ്വരവാദിയുടെ ഉള്ളിൽ പോലും ഉണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്നൊരു പ്രശ്നം വരും, ദൈവമേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോകും അല്ലേ. അതാണ് സത്യം. എന്താ വെച്ചാൽ അത് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മളുടെ കാരണന്മാരെല്ലാം ഈശ്വരവിശ്വാസികളായിരുന്നു. അപ്പോൾ അതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒസൈന എന്ന് പറഞ്ഞ വാക്കെന്നാണ് ഈശ്വര എന്നുള്ള വാക്കാണത്. അതായത് ഞാൻ എറണാകുളത്താണ് ജനിച്ചത്. അവിടെ തന്നെ ഒരു സ്റ്റേഡിയങ്ങളുണ്ട്. അവിടെ കുറേ കാബൂളികൾ വന്ന് താമസിച്ചു. അവർ ഈ നാടോടികളാണ്. ഒരു സ്ഥലത്തുനിന്ന് സ്ഥിരമായിട്ട് സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അവർ രാത്രികാലങ്ങളിൽ അവരെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ തീ ഇട്ടിട്ട് ചുറ്റിനും കൂടി നിന്നിട്ട് നെഞ്ചത്ത് ഇങ്ങനെ കയ്യിൽ മുനയുള്ള മോതിരം വെച്ചിട്ട് പാട്ട് പാടും. അതെന്താ വെച്ചാൽ ഒസൈൻ ഒസൈൻ ഒസൈന എന്ന് പറഞ്ഞാണ് പാടുന്നത്. ഒസൈൻ 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 അവൻ്റെ അടിക്കപ്പെടും, ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഇതുണ്ട്. ഒസൈൻ എന്ന് പറഞ്ഞാൽ ഒസൈനാന്ന് വെച്ചാൽ അവര് അങ്ങനെ എന്തോ ആണ്. ദൈവത്തിനെ അവർ വിളിക്കുന്ന, അതാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത് അവർ. അങ്ങനെ കിട്ടിയ വാക്കാണ് ആ വാക്ക്. അപ്പൊ എനിക്ക് തോന്നി എൻ്റെ ആദ്യത്തെ ഒരു പടമാണ്. അതിൽ ദൈവം എന്നുള്ള വാക്ക് എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അള്ളാഹു ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, കൃഷ്ണന്റെ രാമനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ ആർക്കും മനസ്സിലാവില്ല. ഞാൻ ആദ്യമായിട്ട് ചെയ്ത പടത്തിൽ ദൈവത്തിന്റെ വാക്ക് വരെയും ചെയ്തു അല്ലേ. മോളായിട്ട് അത് പാട്ടാക്കി. ഇനിയിപ്പോ മിക്കവാറും ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങി ആദ്യത്തെ പടം. അത് ഒരിക്കലും ചിന്തിച്ചില്ല കേട്ടോ അങ്ങനെ ഒരു മീനിങ്. ഞാൻ ഇതുമായിട്ട് അത് പറഞ്ഞിട്ടില്ല ആരോടും. എന്താന്ന് വെച്ചാല് അത് ചില കാര്യങ്ങൾ നമ്മളും ഈശ്വരൻ മാത്രം അറിയാവൂ എന്ന് പറയില്ലേ. ഇപ്പൊ അതിന്റെ സമയമുണ്ട് പറയണമെന്ന് തോന്നി പറയും. ഈ മിന്നാമിനുങ്ങ എന്നുള്ളത് അതുവരെ മലയാളം പ്രേത സിനിമകൾ കണ്ടിട്ടുണ്ട്, ഹൊറർ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. ഇത് ഹൊറർ കോമഡി. ഒരു സിനിമാക്കാരെങ്ങനെയാണ് ഈ പ്രേതത്തിനെ അവതരിപ്പിക്കുന്നത് പ്രേക്ഷകന് മനസ്സിലാക്കുന്ന ഒരു സിനിമയും കൂടി ആയിരുന്നല്ലോ അത്. അപ്പൊ അതിനെന്താ റെഫറൻസ് അവർ പറഞ്ഞിരുന്നത് ആ പാട്ടിന്? റെഫറൻസ് എന്ന് പറയാനായിട്ട് ഇതില് എനിക്ക് കിട്ടിയിരിക്കുന്നൊരു ഭാഗ്യം, ആദ്യത്തെ പടം പോലെ എനിക്കൊരു അനുഭവം ഉണ്ട്. എന്താന്ന് വെച്ചാല് റാഫിയാണല്ലോ ഇതിന്റെ ഡയറക്ടർ. റാഫി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിന്റെ മ്യൂസിക് ചെയ്യുന്ന അലക്സ് പോളാണ്.
അലക്സ് പോളിന്റെ പാട്ടാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ മുമ്പിലുള്ള കുറെ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഞാനിങ്ങനെ പാട്ട് കമ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞില്ല, ഫുൾ ടൈം ഇതിന്റെ പരിപാടി. അപ്പൊ ചില കൂട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ അവരിയ്ക്കും, ഞാൻ കമ്പോസ് ചെയ്യുന്ന ഇടയിലായിരിക്കുള്ളൂ. അവരുകൊണ്ട് എടാ നിനക്ക് മതി ഈ സ്റ്റൈല് തന്നെ, അല്ലെങ്കിൽ പുതിയ സ്റ്റൈൽ ഇളയരാജനെ പോലെ ചെയ്യടാന്നൊക്കെ പറയുന്നു. എന്നെ പോലെ ചെയ്യാനല്ല, ഇളയരാജനെ പോലെ. അന്ന് ഇളയരാജ സൂപ്പറാണ്. അപ്പോ അതിനൊരു ആൻസറാണ് പുള്ളി പറഞ്ഞത്, ഞങ്ങൾക്ക് വേണ്ട അലക്സ് പോളിന്റെ മ്യൂസിക് ആണെന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കൈരേഖകൾ എൻ്റെ പോലെയല്ല മോളുള്ള, എല്ലാവരും വ്യത്യസ്തമാണ്. നമ്മളെല്ലാം വേറെ വേറെ വ്യക്തികളാണ്. നമുക്ക് തനതായിട്ടുള്ള ശൈലിയും പെരുമാറ്റവും സംസാര രീതി എല്ലാം ഉണ്ട്, ഭാഷ പോലും ഉണ്ട്. നമ്മളെല്ലാം മലയാളം സംസാരിക്കുകയാണെങ്കിൽ പോലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് കേട്ടിട്ട് നമുക്ക് ആളുകളെ തിരിച്ചറിയാൻ കഴിയും അല്ലേ? അപ്പൊ അതിൽ മാക്സിമം നമുക്ക് തനിമയും എല്ലാം ഒരു വ്യക്തിത്വം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ പറഞ്ഞു വന്നത് മറ്റേ പാട്ടാണ്, മിന്നാമിനിങ് എന്നുള്ള പാട്ട്. ആ പാട്ട് ചെയ്യുന്ന സമയത്ത് അതുവരെയുള്ള പ്രേതപ്പാട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ യാമിനി, അത് സ്ഥിരം പരിപാടിയാണ് ആ ചെയ്തോണ്ടിരിക്കുന്നത്. അതെ അതെ. അപ്പൊ അതിനോട് എനിക്ക് യോജിപ്പ് തോന്നിയില്ല. ഏറ്റവും ആദ്യമായിട്ട് യക്ഷിന വെള്ള സാരിയിട്ട് ഏതൊരാൾ കാണിച്ചപ്പോ എല്ലാവരും അത് അനുവർത്തിക്കാൻ തുടങ്ങി. അതൊരു ഗതികേട്. ഏതൊരാള് കോടതിയില് ഒരു ചിറ്റി കാണിച്ചും ത്രാസും കാണിച്ചും ഇപ്പൊ എല്ലാരും കാണിക്കുന്നുണ്ട്. കോടതിയിൽ അതൊന്നും ഇല്ല ഇപ്പൊ. എങ്കിലും അതിപ്പോ കാണിച്ചില്ലെങ്കിൽ ആൾക്കാർ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാലായിപ്പോയി. അപ്പൊ ഞാനത് സ്വതന്ത്രമായിട്ട് ഇങ്ങനെ സാധനം ചെയ്തപ്പോ റാഫി പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, എന്താണ് അലക്സ് പോളിന്റെ മ്യൂസിക്കാ വേണ്ടി. അപ്പൊ നിങ്ങൾക്കറിയാമോ സിനിമയില് മ്യൂസിക് ഡയറക്ടറിന സംഗീത സംവിധായകൻ എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടിട്ട് ഞാൻ അങ്ങനെ ഒരു പാട്ടെല്ലാം ചെയ്തതിനു ശേഷം കേൾപ്പിച്ചു കൊടുത്തു. റാഫി പറഞ്ഞു ഉഗ്രനായിരിക്കണം എന്ന് പറഞ്ഞു. അതായത് എല്ലാം കൊണ്ട് അത് തന്നെയാണ് വേണ്ടതെന്ന് അയാൾ പറഞ്ഞു. അതായത് എപ്പോഴും നമ്മൾ ഒരാൾ പറഞ്ഞിട്ടല്ല അറിയേണ്ടത്, പറയാതെ തന്നെ അറിയണം. ഞാൻ പറഞ്ഞു വന്ന സംഗീത സംവിധായകൻ എന്നാ പറയാറ് അല്ലെ, അല്ലാണ്ട് അങ്ങനെയല്ലേ പറയാറ്. ഒരു സിനിമയുടെ സംഗീത സംവിധായകൻ എന്ന് പറഞ്ഞാല് പലർക്കും അത് അറിയില്ല. ഒരു സിനിമയുടെ പാട്ട് എങ്ങനെ വേണോ തീരുമാനിക്കേണ്ട ആളാണ് സംഗീത സംവിധായകൻ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ. പലപ്പോഴും അതിന്റെ ഡയറക്ടർ തീരുമാനിക്കുന്ന ഒരാളായി മാറരുത്. അങ്ങനെ വരുമ്പോഴാണ് പാട്ടുകൾ പൊളിഞ്ഞു പോണത്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്യുന്ന എല്ലാ പാട്ടുകളും ഞാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനവർക്ക് വിരോധമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാ പാട്ടും വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് പേടിയില്ല. ഇനി മാറ്റാനായിട്ട് അവർക്ക് പറയാൻ പേടിയുണ്ടാവില്ല. അപ്പൊ ഇനി ചിലപ്പോൾ ഇതാണ് ഓക്കെ എങ്കിൽ ഒന്നിരിയട്ടാരും മിണ്ടില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരു പടത്തില് സിറ്റുവേഷൻ എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ അതിന്റെ സംഗീത സംവിധായകൻ ആ സിനിമയുടെ. അപ്പൊ ഞാനത് എങ്ങനത്തെ പാട്ട് വേണ്ടോ തീരുമാനിക്കണം ഞാനാണ്. ഞാനൊരു പാട്ട് ഞാൻ കൊടുക്കാറുള്ളൂ, രണ്ടാമത് ട്യൂണൊന്നും കൊടുക്കാറില്ല, ഒറ്റത്തവണ മാത്രം അത് ചെയ്യാറില്ല. അപ്പൊ അതിനു മുമ്പ് 25-30 ട്യൂണ് കേൾപ്പിച്ചിട്ടാണ് അതിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. എന്റെ കാര്യത്തിൽ അതില്ല, ഒറ്റ ട്യൂണ് കേൾപ്പിക്കുന്നു, അവർ ഓക്കെ പറയുന്നു, എടുക്കുന്നു. ഈ സെക്കൻഡ് മൂവിയിലും പിന്നെ രാജമാണിക്യത്തിലും കോമൺ ആയിട്ട് റഹ്മാൻ മമ്മൂട്ടി കോമ്പോല് ഹിറ്റ് പാട്ടുകളാണ് അമ്പലക്കരയും പാണ്ടിമേളം. അവരുടെ ഒരു കോമ്പോല് പെട്ടെന്ന് ഓർക്കുമ്പോൾ ആ രണ്ട് പാട്ടും ഹിറ്റുകളായിരുന്നു. ബ്ലാക്ക് എന്നുള്ള സിനിമയിലേക്കാൾ ആൾക്കാർ ഈ പാട്ടായിരിക്കും ഓർക്കുന്നുണ്ടാവുക. സെക്കൻഡ് മൂവിയിലേക്ക് ഇപ്പൊ ഇതിങ്ങനെയാ വന്നതെന്ന് പറഞ്ഞു. സെക്കൻഡ് മൂവി എങ്ങനെയാ വരുന്നത്? സെക്കൻഡ് മൂവിയും ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീലിങ്സ് ഉണ്ടാക്കിയ കാര്യമാണ്. അതായത് ഫസ്റ്റ് മൂവിയിലെ എല്ലാ പാട്ടുകളും ഹിറ്റാണ്. ഇന്റർവ്യൂ ഉണ്ടെന്ന് അറിയാം എനിക്ക് ചാനലുകളിൽ. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, എനിക്ക് ജോലിയില്ല. 1 വർഷം കഴിഞ്ഞു, പടമൊന്നും എനിക്ക് വന്നില്ല. 1 വർഷം കഴിഞ്ഞിട്ടാ ബ്ലാക്ക് വരുന്നത്. അതും അതിലൊരു പാട്ടേ ഉള്ളൂ. ആ ഒരു പാട്ട് ഹിറ്റായില്ലെങ്കിലാ ഞാൻ തകർന്നു പോയില്ലേ? ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അന്നാ ഞാൻ വിചാരിച്ചു ഞാൻ നിലവിലുള്ള സംഗീത സംവിധായകൻ എന്നുള്ള സംഭവം മാറ്റാം, കുറെ പാട്ടുകൾ ചെയ്യാം, അപ്പോ സെലക്ട് എടുക്കാന്നൊക്കെ കരുതി. അങ്ങനെ ഒരു പാട്ട് കേൾപ്പിച്ചത് തന്നെ അതില് രഞ്ജിത്തായിരുന്നു ഡയറക്ടർ. അയാളത് ഓക്കെയെന്ന് പറഞ്ഞു. അല്ല ഞാൻ പറഞ്ഞു അടുത്ത കേൾപ്പിക്കാന്ന് പറഞ്ഞപ്പോ എന്തിനാണ് ഇത് ഓക്കെയാണ്, സമ്മതിച്ചില്ല. അപ്പൊ അവിടെ നമുക്ക് നടന്നില്ല. അമ്പലക്കര തെച്ചിക്കാൽ പൂരം MG സുമാർ പാടി, റഹ്മാൻ ഡാൻസ് ചെയ്തു, മമ്മൂട്ടിയുടെ ആ ഗ്ലാസ്സിൽ അടിക്കുന്ന സാധനമൊക്കെ എല്ലാം നമ്മളെ മെമ്മറിയിൽ നിൽക്കുന്നുണ്ട്. അത് വിഷ്വൽസ് ഈ പാട്ട് മൊത്തത്തിൽ ഈ പാട്ട് പ്ലേ ചെയ്തിട്ടായിരുന്നു ആ വിഷ്വൽസ് ചെയ്തിരുന്നത്, അങ്ങനെ ഓർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതെ, അങ്ങനെ തന്നെയാണല്ലോ. പാണ്ടിമേള പാട്ടും കൂത്തും വരുമ്പോ അൻവർ റഷീദിന്റെ ആദ്യത്തെ പടമാണ്. അതില് ഞാൻ വിചാരിച്ചെന്താ വെച്ചാല് പണ്ടുപോലെ തന്നെ എൻ്റെ മനസ്സിലുള്ള കുറെ കാഴ്ചപ്പാടുകളാണത്. അതായത് അതുവരെയും ഓരോ സംഗീത സംവിധായകരും അവരുടെ ഒരു മുദ്ര പതിപ്പിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇളയരാജയുടെ പാട്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഇളയരാജ പാട്ടാണെന്നുള്ളത്. പിന്നെ ജെറിയമൽദേവിന്റെ പാട്ട് കേട്ടാൽ മനസ്സിലാവും. അതൊന്നും മോശമല്ല കേട്ടോ, നല്ല കാര്യം തന്നെയാണ്. പണ്ടത്തെ ആൾക്കാരും അങ്ങനെ തന്നെയായിരുന്നു. കീർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ മുദ്ര ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഞാൻ അതിനോട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഒരു സിനിമയിൽ നമ്മളെ കാണാൻ പാടില്ല.
മ്യൂസിക് ഡയറക്ടറെ ഇത് ഇന്നാള് ചെയ്താന്ന് പറയാൻ പാടില്ല. ഇല്ല, ആ സിനിമയോടൊപ്പം ലയിച്ച് നമ്മൾ പോകുമ്പോൾ ആ സിനിമക്ക് ഒരു പശ്ചാത്തലവും ഒരു വേറെ സ്ഥലത്ത് പല ആൾക്കാരും എല്ലാം മാറിയാണ്, പുതിയ പുതിയ നടന്മാരും ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നത് അല്ലേ, പുതിയൊരു കഥയും പശ്ചാത്തലം എല്ലാമാണ്. അപ്പോൾ അതിൽ എൻ്റെ പോലെ തന്നെ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അവിടെ അലക്സ് പോളിനെ കാണാൻ തുടങ്ങും. ഞാൻ ഫേമസ് ആവുമായിരിക്കാം, പക്ഷെ പടം ചിലപ്പോൾ അത്ര ശ്രദ്ധിക്കപ്പെടില്ല. അത് വരാൻ പാടില്ല. അത് അവരോട് ചെയ്യണ ഒരു അനീതിയാണ്. എന്റെ മുദ്ര കാണിക്കലല്ല, അതിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ പടത്തിൽ ചെയ്യണത്, കോടികൾ എനിക്ക് തരുന്നത് അതിനൊന്നുമല്ല. അവര് ചെയ്യണത് ആ പടം വിജയിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് മ്യൂസിക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ അതിൽ കാണാൻ പാടില്ല. പാട്ട് പോലും സിനിമയോട് ചേർന്ന് നിൽക്കണം, ഒരിക്കലും പാട്ടിനെ അടത്തി മാറ്റാൻ പാടില്ല. അങ്ങനെയാണ് പുണ്യാനിസാക്കൊക്കെ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അതുണ്ടാവില്ല. പുണ്യവാനിസഹാക്കീനുണ്ടായി 2 മക്കൾ, ഒന്നാമൻ യേസാവും രണ്ടാമൻ യാക്കോബും. തക്കിട തക്ക തിമി തക്കിട തക്ക തിമി തക്കിട തക്ക തിമി തോം തുടി താളം. ഞാൻ ആലോചിച്ചപ്പോൾ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ആ കഥ അനുസരിച്ചിട്ട് ആ കഥാപാത്രം പണ്ടത്തെ ഒരു ചവിട്ടുനാടകക്കാരനായിരിക്കും എന്ന് സങ്കല്പിച്ചുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വെറൈറ്റി ആളൊരു പാട്ടുകൾ എനിക്ക് ഉണ്ടാക്കുന്നത്. വട്ടോലക്കൂടെ ചൂടിയെത്തണ വട്ടാരെങ്കിലും പെണ്ണെ, അതില് ചിത്ര ചേച്ചി, ദാസേട്ടൻ, ജയചന്ദ്രൻ ചേട്ടൻ അല്ലെ, ഒരു ലെജൻഡ് ആയിട്ടുള്ള സിംഗേഴ്സിനെ മൊത്തം കൊണ്ടുവന്നൊരു. അതെ അതെ, വട്ടോലക്കൂട എന്നുള്ള പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടല്ല കേട്ടോ. അല്ല, എനിക്ക് അതിനെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, എനിക്ക് എന്റെ പാട്ടാന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാമല്ലോ. എങ്ങനെയാ അത് ഇഷ്ടമില്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക? ആ കാരണം എന്താന്ന് വെച്ചാല് അത് ഞാനൊരു തമാശക്ക് വേണ്ടി ഞാൻ ഒരുപാട് പാട്ട് കമ്പോസ് ചെയ്ത് വെക്കുമെന്ന് പറഞ്ഞില്ലേ, അത് ഏതൊരു പാട്ട് പ്ലേ ചെയ്തപ്പോ അതിൽ ഡയറക്റ്റ് ആയാലും ഷാഫി അത് കേട്ട പുള്ളിക്ക് അത് മതി എന്ന് പറഞ്ഞു. ആ പുള്ളിക്ക് അത് തന്നെ മതി, ഇത് കറക്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എടുത്താണ് ഞാൻ. അപ്പൊ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിപ്പോ ഞാനെപ്പോഴും അറിയാതെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ അറിയാണ്ട് വരുന്നതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് എല്ലാ പാട്ടും ഞാൻ ചെയ്യാറ്. അപ്പൊ ഇതിപ്പോ അങ്ങനെ കേട്ടപ്പോ ആ സിറ്റുവേഷൻ ഓക്കെ എന്ന് പറഞ്ഞപ്പോ ഞാനത് ഡയറക്റ്റ് പറയുമ്പോൾ നമ്മൾ കേൾക്കേണ്ട വരുമല്ലോ, അതുകൊണ്ടിട്ട് ഞാൻ വേറെ ചെയ്യാവുന്ന പിന്നീട് സൂപ്പർ പാട്ടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് ചെയ്തത്. നമ്മൾ പറഞ്ഞ് രാജമാണിക്കായിരുന്നു, കാരണം അതൊരു 2005 ഒരു വലിയ ഹിറ്റും ആയിരുന്നു ആ പടം. അതില് ഈ എല്ലൂരി രാജ എന്നൊക്കെ പറയുന്നില്ലേ, ബെല്ലാരി രാജ, അതാണല്ലോ ഇൻട്രോ. ആ ഇൻട്രോ എങ്ങനെയാ സ്കോർ സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്? അത് റീ റെക്കോർഡിംഗ് ആയിട്ട് വന്നതാണ്. അതായത് ഞാൻ ആദ്യമായിട്ട് റീ റെക്കോർഡിംഗ് ചെയ്യുന്നത് തൊമ്മനും മക്കളാണ്. അതാ പറഞ്ഞ മൂന്നാമത്തെ പടം അതായിരുന്നു. അതെ, ബ്ലാക്കിനും അല്ല, ബ്ലാക്കിനും ഞാൻ റീ റെക്കോർഡ് ചെയ്യാന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ആ സമയത്ത് ആരാണ് മണി എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, സ്കോർ ചെയ്തത്. അപ്പോൾ അദ്ദേഹവും രഞ്ജിത്തുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം വിളിച്ച് പറഞ്ഞുകൊണ്ട് എന്നോട് അഭ്യർത്ഥിച്ച് ചെയ്തുകൊട്ടെ, ഓക്കെ ആയിക്കോളാൻ പറഞ്ഞു. ആദ്യമായിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യണ തൊമ്മനും മക്കളാണ്. അത് 1 ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ എന്നെ മതി എല്ലാവർക്കും റീ റെക്കോർഡിങ്. തൊമ്മനും മക്കൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റീ റെക്കോർഡിങ് അതാണ്. അപ്പോൾ ഈ ബെല്ലാരി രാജറ ഇത് പറയുകയാണെങ്കിൽ അതും റീ റെക്കോർഡിംഗ് ആയിട്ട് ചെയ്താണ്. അത് മോളത് ഓർക്കുന്നുണ്ടെങ്കിൽ മോള് കൊള്ളാം. കാരണം വെച്ചാൽ റീ റെക്കോർഡിംഗ് ഒക്കെ ശ്രദ്ധിക്കാന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അല്ല, ഇൻട്രോ ഭയങ്കര ഹിറ്റാണ്. ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും റീലൊക്കെ ഇറക്കുമ്പോ ഇത് എടുക്കും. അതിലൊരു മാസൊക്കെ കാണിക്കുകയാണ്, ആ കറുത്ത മുണ്ടം കൊടുത്ത ഒരാൾ വരികയാണ് ഇപ്പോഴും ഇടും ബെല്ലാരി രാജ എന്ന് പറഞ്ഞാൽ. കണ്ണടയൊക്കെ വെച്ചാൽ ഇപ്പോഴും എല്ലാവർക്കും രാജനെയാണല്ലോ മനസ്സിൽ. അന്ന് അൻവർ റഷീദിന്റെ ഒരു നീഡ് എന്തായിരുന്നു? കാരണം പുതിയൊരാളാ വരുന്നത് അല്ലേ ആ കാലത്തെ. ആക്ച്വലി അതിന്റെ ഡയറക്ടർ രഞ്ജിത്തായിരുന്നു. ആദ്യം രഞ്ജിത്തിനെ തീരുമാനിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് എന്തോ അസൗകര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അൻവർ ഷീനെ തീരുമാനിക്കുകയാണ് ചെയ്തത്. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അവിടെ വന്നിട്ട് പുതിയൊരാൾ ഇയാളെയാണ് ആക്കുന്നത്. അപ്പൊ രഞ്ജിത്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ മ്യൂസിക് ചെയ്യാൻ വേണ്ടി പോകുന്നു. മ്യൂസിക് ഡയറക്ടറിന്റെ വിരോധമുണ്ടോ എന്ന് ചോദിച്ചു, പുതിയ പയ്യനാവുന്നതിന്. അവനില്ല, പുതിയ പിള്ളേരല്ലേ വരണ്ടേ, അതുകൊണ്ട് അവന് ഷെയ്ക്കാൻ്റെ കൊടുത്തു. ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. മിടുക്കനാണെന്ന് പിന്നീട് തെളിയിച്ചല്ലോ. കാത്തിരുന്ന പെണ്ണല്ലേ, കാലമേറെയായില്ലേ, മുള്ളുപോലെ നൊന്തില്ലേ, നോവിനിന്നു തേനല്ലേ, വൈകി വന്ന രാവല്ലേ, രാവിനിന്നു കുളിരല്ലേ, ഉള്ളിലുള്ള പ്രണയം തീയല്ലേ. ക്ലാസ്മേറ്റ്സ് വലിയൊരു ഹിറ്റായിരുന്നു. ഒരുപാട് സംസാരിച്ച എൻ്റെ കൽബിലെ എനിക്കുള്ളൊരു ഓർമ്മ, ജൂക്ക് ബോക്സിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഇപ്പം എൻ്റെ കൽബിലെ വരണേ. കാരണം അന്ന് നമുക്ക് ഇന്നത്തെ പോലെ ഓപ്ഷൻസ് ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ ആയിരുന്നാലെല്ലാം വോട്ട് എന്നുള്ള സോങ്, ഒരു വോട്ട് എന്താ പറയുക, തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു സോങ് ഇന്നും പെട്ടെന്ന് ഓർക്കുന്നത് അത് തന്നെയല്ലേ. പിന്നെ കാത്തിരുന്ന വെണ്ണല്ലേ, ഒബ്വിയസ്ലി അത് എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ക്ലാസ്മേറ്റ്സ് എന്നുള്ളൊരു ആൽബം
ഇത്ര വലിയ ഹിറ്റ് ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന് എൻ്റെ അതിൻ്റെ എല്ലാ പാട്ടുകളും ഞാൻ സ്ഥിരമായിട്ട് ഒരു കമ്പനിക്ക് കൊടുത്തിരുന്നു. ആ കമ്പനിയുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല. ഞാനിപ്പോൾ ഇതുവരെയും പറയാത്തൊരു കാര്യമുണ്ട് അത്. അപ്പോൾ ഞാൻ ഈ കമ്പനിയിലെ പാട്ടെടുത്ത് ഞാൻ നിങ്ങൾക്ക് ഈ പാട്ട് നിങ്ങൾക്കാണ് തരുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ അവരോട് പറഞ്ഞത്, ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയണില്ല, കാരണം ചിലപ്പോൾ ആ വ്യക്തിക്ക് അല്ലോ ഫീൽ ചെയ്യുന്ന കാര്യമായിട്ടാണ്. വേറെ ഒന്നുമില്ല, എനിക്ക് അവരുടെ പരിഭവം സംഭവമൊന്നുമില്ല. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഈ പാട്ടുകൾ വളരെയധികം ഹിറ്റാവും. അങ്ങനെ ആയിക്കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവം ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ എനിക്കില്ല ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജിലും മ്യൂസിക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരം ഞാൻ അദ്ദേഹത്തിന് 2 പാട്ട് എക്സ്ട്രാ കൊടുക്കുകയും ചെയ്തു. പക്ഷെ പുള്ളി നല്ല സുഹൃത്താണ് എൻ്റെ, അദ്ദേഹത്തിന് അത് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് വേറെ കുറെ സംഘം, അത് പറയാൻ പറ്റാത്തതുകൊണ്ട് പുള്ളിക്ക് അത് അങ്ങനെ അതിനെപ്പറ്റി അതൊന്നും ചെയ്യാൻ പറ്റില്ല. കൂടുതൽ പോസ്റ്ററുകൾ വെച്ചൊക്കെ ചെയ്യാൻ പറ്റില്ല. സാധാരണ നിലവിലുള്ള ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നത് പാട്ട് എത്ര നല്ലതാണെങ്കിലും ആ പാടത്തിൽ ഇതെല്ലാം വെച്ച് പോസ്റ്ററെല്ലാം വരുള്ളൂ, അല്ലാണ്ട് മ്യൂസിക്കിനെ വെച്ചിട്ട് വരാറില്ല. അപ്പോൾ അതൊരു കുഴപ്പമാവുമെന്ന് എന്താ പുള്ളി പേടിച്ചിട്ട് പുള്ളി ചെയ്തില്ല. അതാണ് സംഭവിച്ചത്. പക്ഷേ അത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ മറ്റുള്ള ലാംഗ്വേജിലൊക്കെ പോയാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ ക്ലാസ് ഫിനിഷിന് ശേഷം ഇനിയിപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചു, ഒരു ബ്രേക്ക് ആക്കാനായിരുന്നു. എന്താ വെച്ചാൽ പിന്നെ ഇവിടെ തന്നെ കിടന്ന് കളിക്കുന്നതിനോട് എനിക്ക് ഇപ്പം മോളിപ്പോൾ ഇത്ര വർഷമായി, 20 വർഷമായിട്ട് ഞാൻ മ്യൂസിക് ചെയ്തിട്ട്, പക്ഷെ ഇപ്പോഴും മോൾ എന്നെ അന്വേഷിച്ച് വന്നില്ലേ, നിങ്ങൾ ഇതിനുവേണ്ടി വന്നത് എന്തുകൊണ്ടിട്ടാണ്, എൻ്റെ പാട്ട് ശ്രദ്ധിക്കുന്നുകൊണ്ടിട്ടാണ്. അപ്പം ഞാൻ പിന്നെയും അതായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ലാംഗ്വേജിലൊക്കെ പോകണം എന്ന് വെച്ചിട്ട് ഏറ്റവും ഭയങ്കരമായിട്ട് ഞാൻ ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. ഏറ്റവും ലെജൻഡായുള്ള ആളുകൾ എന്തോരം ആളുകളുണ്ട്, പക്ഷെ പുതിയ പിള്ളേരൊക്കെ വരട്ടെ. അതില് ഇപ്പൊ എന്റെ കൽവിലെ സോങ് വരികയാണെങ്കിലും കാത്തിരുന്ന പെണ്ണില് അതില് ഹരിരാമരാജ കഥ പാടി വന്ന എന്താ അതിൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ ആലോചിച്ച കാത്തിരുന്ന പെണ്ണല്ലേ എന്നുള്ള ട്രാക്കിലേക്ക്? നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം ഭയങ്കര കുഴപ്പമുള്ള ചോദ്യങ്ങളാണ്. അതിൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. അതായത് പലരും വിശ്വസിക്കുന്നുണ്ട്, ആ രീതിയിൽ ഞാൻ പറയാം. പലരും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില രാഗങ്ങൾ തമ്മിൽ ചേരില്ല എന്ന് വിചാരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച ജീവിതത്തിൽ മിക്കവാറും നോക്കിക്കോ, ഭാര്യ ഭർത്താക്കന്മാർ ചേർന്നവരെന്നായിരിക്കും ചേർന്നിരിക്കുന്നത്, പക്ഷെ അവർ ചേരാറുണ്ട് അല്ലേ? ഓപ്പോസിറ്റ് ആയിക്കോട്ടെ, ഏറ്റവും പോസിറ്റീവ് ആയിരിക്കും, പക്ഷെ അവർ ചേരുന്നുണ്ട് അല്ലേ? അതുതന്നെ ഏത് രാഗങ്ങൾ തമ്മിൽ ചേരില്ല എന്ന് പറയുന്നു അങ്ങനെ ചേർക്കാൻ ശ്രമിച്ചിട്ടുള്ള പാട്ടുകളാണ് അല്ല. അങ്ങനെ വേറെ പലരും ചെയ്ത് തന്നെയാണ്, ഒരു പരീക്ഷണമാണത്. പക്ഷെ രസമായിട്ടെന്നാണ് വിചാരിക്കുന്നത്. മനോഹരി രാധേ രാധേ ഇടയ്ക്ക് വരുന്ന കാത്തിരുന്ന മണ്ഡലം. അതെ അതെ അതെ. അതില് ഇപ്പൊ അടുത്ത് കണ്ടുണ്ടോ സാറ്, ഒരു ഭജൻ ചെയ്യുന്ന ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ ഈ പാട്ട് ഭജനായിട്ട് അവതരിപ്പിക്കുക, മനോഹരി രാധേ രാധേ പോർഷനൊക്കെ വെച്ചിട്ട്. അന്നത്തെ കാലത്ത് പുതിയ ആളുകൾക്ക് പാടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ തന്നെ MG സുമാറുണ്ട്, വിധു പ്രതാപുണ്ട്, ദാസേട്ടനുണ്ട്, ആരോണെങ്കിലും പാടിക്കാം. ഞാനാണെങ്കിൽ എല്ലാ സൂപ്പർ സ്റ്റാറുകളുടെ പടങ്ങളാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് ചെറിയ ആളുകളെ വെക്കേണ്ട കാര്യമില്ല, ആരും സമ്മതിക്കില്ല. പക്ഷെ ഞാൻ വളരെയധികം ഫോഴ്സ് ചെയ്ത് തന്നെയാണ് അതിനുവേണ്ടി. പിന്നെ ഇതുപോലൊരു കോളേജ് പടമായിരുന്നു ചോക്ലേറ്റ്, ഷാഫി സച്ചി സേതു കോമ്പോലും. അന്നത്തെ ഒരു ട്രെൻഡ് പടമായിരുന്നു. അതിൽ പല ടൈപ്പ് സോങ്ങുകളും അതിൽ വളരെ എന്താ പറയുക, ഒരു വിരഹഗാനം എന്നുള്ള രീതി സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടാണ് താമരയും സൂര്യൻ. അതുപോലെ തന്നെ കൽക്കണ്ട മലയുണ്ട്, ചോക്ലേറ്റ് പോലെയുള്ളത്, അതൊക്കെ കുറെ കോമഡി സോങ്ങുകൾ വേറെ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ട്രെൻഡി സോങ്ങുകൾ എന്നുള്ളത് നമ്മൾ ട്രെൻഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അത് ഉണ്ടാവുന്നത് ഒരു കോളേജ് സിനിമയൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു മൊത്തത്തിൽ എല്ലാ കൂട്ടി ചേർന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവാറുണ്ട്, നമുക്കിതൊരു ട്രെൻഡ് സെറ്റർ. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു സംഗീത സംവിധായകനായിട്ടാണ് ഞാൻ ഇതിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർ കഥയും എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആളുകളെല്ലാം നമ്മൾ അതിലേക്ക് അടുപ്പിക്കാനും അകത്താനും ഒക്കെ ഉപകാരപ്രദമാകും. മിക്കവാറും ഭാഗ്യം കൊണ്ട് എൻ്റെ കൂടെയുള്ളവരെല്ലാവരും തന്നെ എന്നോടൊപ്പം തന്നെ 100% എൻ്റെ ചിന്തകളാ ആളാണ്. അല്ലാത്ത ആളുകൾ വന്നാൽ ബുദ്ധിമുട്ടാണ്. അതില് ഷഹബാസമന്റെ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ കഴിഞ്ഞ ഒരു പാട്ടെന്തോ ആണ് പുള്ളി ചെയ്തത്. അതിന് ഒരു ഹിറ്റ് അല്ലെങ്കിൽ ഇഷ്ടമല്ലേ എന്ന് ഇപ്പോഴും കേൾക്കുമ്പോൾ ഷഹബാസമനാണല്ലോ അത് പാടിയെന്ന് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ റിവൈൻഡ് ചെയ്യും. എങ്ങനെ ഷഹബാസമന്റെ ശബ്ദം ഇഷ്ടമല്ലേലേക്ക് കൊണ്ടുവരുന്നത്? പുള്ളി 2 പാട്ടല്ലേ അപ്പൊ പാടിയിട്ടു. അതെ അതെ, ഷഹബാസിനെ റെക്കമെൻഡ് ചെയ്യുന്ന ലാൽ ജോസാണ്. ലാൽ ജോസ് നമുക്ക് അദ്ദേഹത്തിന്റെ വോയിസ് എങ്ങനെ ഇരിക്കും, അങ്ങനെയാണ് ഞാൻ ആ പാട്ട് കേൾക്കുന്നത്. കേട്ടപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് തോന്നി പുള്ളിയാണ് വരുന്നത്. ഷഹബാസ് വന്ന് പാടിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു പാട്ടുകാരനല്ല എനിക്ക് കിട്ടിയത്, നല്ലൊരു മനുഷ്യ സ്നേഹിതനാണ് എനിക്ക് കിട്ടിയത്. നല്ലൊരു മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ എന്തോ
എനിക്ക് അയാളിൽ എന്നെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഭയങ്കര നല്ല ആളാണെന്നല്ല പറഞ്ഞു. എന്നിലെ കുറെ നല്ല ക്വാളിറ്റികൾ, ചിത്രക്വാളിറ്റികളൊന്നും അയക്കില്ല എല്ലായിട്ട് എനിക്ക് തോന്നി. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി ആ വ്യക്തിനെ. ബ്രദർ ലാൽ സർ, കുറെ പേർക്കൊക്കെ അറിയാം ലാലിന്റെ ബ്രദർ അലക്സ് പോൾ, അല്ലെ അലക്സ് പോളിന്റെ ബ്രദർ ലാൽ എന്നൊക്കെയും പറയാറുണ്ട്. പക്ഷെ ലാൽ സാറിന്റെ ഒരു ആദ്യ എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ വരുന്ന പുള്ളിയുടെ ഡയറക്ഷനിൽ ഹരിഹർ നഗർ 2-ലാണ് തുടങ്ങുന്നത്. അപ്പൊ ഏട്ടൻ എങ്ങനെയാ വിളിക്കണേ? ഞാനൊരു മ്യൂസിക് ഡയറക്ടറാണ്, കുഴപ്പമില്ലാന്ന് തോന്നിയിട്ട്. കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടാണല്ലോ പുള്ളി ഒരു പടം കുറെ, എനിക്കൊന്ന് മാന്നറുപതായിക്കൊക്കെ ശേഷം അല്ലേ അവര്? അല്ല, അതിനു മുമ്പ് ആദ്യത്തെ പടം അദ്ദേഹത്തിന്റെ ആയിരുന്നില്ലേ? അതെ, പുള്ളി പ്രൊഡ്യൂസർ ആയിരുന്നു. ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കതിൽ വിരോധമില്ല. ഇപ്പൊ എൻ്റെ ഒരു മോനൊരു പടം ചെയ്യണമെന്ന് വിചാരിക്കാം, എൻ്റെ മോൻ. അപ്പോൾ അതിൽ സംഗീതം ചെയ്യാനായിട്ട് എന്നെക്കാളും നല്ലതായിട്ട് വേറെ ആൾ ചെയ്യുന്നതാണ് തോന്നിക്കഴിഞ്ഞാൽ അവരെ ചെയ്യണം, അവരെ ചെയ്യിക്കണം. മനസ്സിലായോ? അതാണ് അതിന്റെ ശരി, അതാണ് ആത്മാർത്ഥത, സത്യസന്ധത. അതാണ് ഏകാന്ത ചന്ദ്രികയെ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു എസ് ബാലകൃഷ്ണൻ സാർ അല്ലെ അന്നൊക്കെ മ്യൂസിക് ചെയ്ത, അതിന്റെ റിപ്പീറ്റ് അന്ന് ഉണ്ണി മേനോനും MG സാറുമാണ് തോന്നുന്നു അന്ന് പാടിയിട്ട്. ഇതിലൊരു 4-5 പേര് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയ ഒരു സോങ്ങിനെ റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്നതിനെ അപ്രോച്ച് ചെയ്ത് എങ്ങനെയാ? അത് ആക്ച്വലി എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ചെയ്യാനായിട്ട്. പക്ഷെ ആ പടത്തിന് അത് ആവശ്യമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും മ്യൂസിക് ഡയറക്ടറോട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചിട്ട് പുള്ളി ഓക്കെ പറഞ്ഞുകൊണ്ടിട്ടാണ് ഞാനത് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു. അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്ത പാട്ടുകളല്ലേ ഞാൻ രണ്ടാമത് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ആ ഒരു കാര്യമുണ്ട്. ഒരു പാട്ട് ഇപ്പം എൻ്റെ ഗൽബിൽ തന്നെ വേറെ ആൾ ചെയ്യുന്നു, അതെന്ത് വന്നാലും നിങ്ങളുടെ മനസ്സിൽ അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ എത്ര മനോഹരമായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ഞാൻ തന്നെ ചെയ്തെന്ന് വിചാരിക്കാം, എൻ്റെ ഗൽബിലൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതെനിക്കറിയാം, വ്യക്തമായിട്ട് അറിയാമായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ജീവൻ കൊടുത്തതാണ് അതിനുള്ളത്. അത്രയും വർഷങ്ങൾക്ക് ശേഷം റീയൂണിയനാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് അത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. കാലഘട്ടം മാറിയതിനനുസരിച്ചുള്ള സ്പീഡ് വ്യത്യാസം വരും. അതുകൊണ്ടിട്ട് ഇംഗ്ലീഷ് ടേംസ് ഒക്കെ അതെ അതെ, അതിൽ എൻ്റെ മോളിൽ ലിറിക്സ് എഴുതിയിട്ടുണ്ട്, അതിൽ ഇംഗ്ലീഷ്. അത് ശ്രദ്ധിക്കപ്പെട്ടൊരു ഭാവമാണ്. അതുപോലെയാണ് ഇൻ ഗോസ്റ്റ് ഹൗസിൽ ഇപ്പൊ ഈ ഇടയ്ക്ക് ലക്ഷ്മി റോയ് വീണ്ടും മലയാളത്തിൽ ഒരു പടം ചെയ്തപ്പോ എല്ലാവരും റീലുകളിൽ ഇട്ടുകൊണ്ടിരുന്ന ആ സോങ് ആയിരുന്നു ഓലെ ഓലെ ഓലെ. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഞാൻ ആദ്യം ചെയ്യുന്ന തമിഴ്പാട്ടാണെന്ന് തോന്നുന്നത്. തമിഴ്പാട്ടാണ് മലയാളത്തിന്റെ ഉള്ളിൽ ചെയ്യുന്നത് അല്ലേ? ഈ തമിഴ് പശ്ചാത്തല പന്തേക്കോഴി, തൊമ്മനും മക്കളൊക്കെ ഒരു തമിഴ് പശ്ചാത്തലത്തിലുള്ള ചട്ടമ്പിനാണ് അല്ലേ? അങ്ങനെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ എങ്ങനെയാ അതിന്റെ ഒരു കൾച്ചറിനെയൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്? പന്തേക്കോഴിയിൽ ഒരുപാടുണ്ട്, ഈ പാലക്കാടിന്റെ കരിമ്പനയുടെ നാട്ടിലെ. അങ്ങനെ തോന്നി. ഓക്കെ ഓക്കെ. അത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധി ഉപയോഗിച്ചിട്ടൊന്നും അല്ല, ഒറ്റ ആഗ്രഹമുള്ളൂ, പ്രൊഡ്യൂസർ രക്ഷപ്പെടുത്തണം. അയാൾ കോടികൾ മുടക്കി എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ഒരു സംഭവമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മുദ്ര പോലും വരാൻ പാടില്ല അന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെല്ലാം അത് വിചാരിച്ചിട്ടാണ്. അത്രയേ ഉള്ളൂ ആഗ്രഹം. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഞാൻ വളരെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എനിക്ക് ഉറക്കമൊക്കെ നഷ്ടപ്പെടും. എന്താ വെച്ചാൽ ഞാൻ കാണുന്ന ഒരു പടം പൊളിയാനും പാടില്ല. അതുമാത്രമല്ല, അത് വിജയിപ്പിക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. പാട്ട് വിജയിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ തോന്നില്ല, സന്തോഷം അങ്ങനെ ഇല്ല. എൻ്റെ പാട്ട് വിജയിച്ചിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് ആ പടം ആ പാട്ട് കൊണ്ടിട്ട് വളരെ നന്നായി. ഇപ്പോൾ മുറ്റത്തെ മുല്ല ചൊല്ല്, അപ്പോൾ പലരും പറയും ആ പാട്ട് കൊണ്ടിട്ട് പടം വിജയിച്ചെന്നൊക്കെ പലരും പറയും. ഇത് അതിശോക്തി കൂട്ടി പറയുന്നതാണ് എങ്കിൽ പോലും. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ പോലൊക്കെ അതിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം. പക്ഷെ അത് കേട്ടപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ മായാവി ആ സിനിമ പുള്ളി 7ാമത്തെ പടമാണ് അദ്ദേഹത്തിന്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ 6 പടങ്ങൾ ഞാൻ ചെയ്തതും സാമ്പത്തികമായിട്ട് എനിക്ക് വിജയം ഉണ്ടായിട്ടില്ല. പലരും വിജയം ഉണ്ടായെന്നാണ് വിചാരിക്കുന്നത് പല പടങ്ങളും, പക്ഷെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ ഈ പടം തീർച്ചയായിട്ടും വിജയിച്ചിരിക്കുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും വിജയിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതെൻ്റെ വാക്ക് നിറവേറ്റുക എന്നുള്ള സംഭവമുണ്ട്. ഒരു പാട്ട് കയ്യിലുള്ളതല്ലേ ശരിക്കും, അല്ലേ? 2 പാട്ടുണ്ട്. അതെ അതെ. പക്ഷെ മുറ്റത്തെ മുല്ലാണ് ഇപ്പൊ മനസ്സിലേക്ക് കൂടുതൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അലിബായ് അതുപോലെ ഒരു വേറൊരു കൾച്ചറൽ സ്പേസ് കോഴിക്കോട് മാർക്കറ്റിന്റെ ഒക്കെ ഒരു സ്പേസ് വെച്ചാൽ അതിന്റെ പല രീതിയിലാണ്. ഒന്ന് വേലായുധൻ, മറ്റേ എന്താ പറയാ മുരുകന്റെ ഒരു വേൽ എന്നൊക്കെ പറഞ്ഞ കാവടി എന്നൊക്കെ പറഞ്ഞൊരു ഏരിയ വരിക. അതിന്റെ മുന്നേ വരുന്നത് കോഴിക്കോട് കൾച്ചറിനെ വെച്ചിട്ടാണ്. ഈ ഉരുവിനെ കാക്കുന്ന ബറാമിമാർ എന്ന് പറഞ്ഞൊരു നല്ല രസമുള്ള ഉരു കൊടുത്തും ബറാമിമാർ ഈ ഉരുവിനെ കാക്കും എന്ന് പറയാണ്. ഇവിടെ എത്തുമ്പോൾ വേലായുധ അത് വരിക. അത് കഴിഞ്ഞ് ഏലയ്യ എന്ന് പറഞ്ഞൊരു നാടൻ ടച്ച് വരികയാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒരു മുസ്ലിം കൾച്ചറിലൊക്കെ അത് തുടങ്ങിയിരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയായിരുന്നു ഇങ്ങനെ
അതിന്റെ ഇടയിൽ വേലായുധനും വേലയും നാടനും ഒക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ. എനിക്ക് ആക്ച്വലി എനിക്ക് ആ പാട്ട് ഇഷ്ടപ്പെടാത്തൊരു പാട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെടാത്ത പാട്ടാണ്. അതായത് എന്ന് വെച്ചാൽ ഇനി ഇതിലും നല്ലൊരു പാട്ട് ചെയ്യാമായിരുന്നില്ല എന്നുള്ള അതല്ല ഞാൻ പറഞ്ഞത്. എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ സംഭവമുണ്ട്. ഇപ്പൊ മോള് പറഞ്ഞപ്പോ എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നണം. അങ്ങനെയൊക്കെ മോളത് ഓർത്തിരിക്കുന്നില്ല. അത് എനിക്കൊന്നൊരു സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിലുള്ള ഒരു വീരസിംഹമേ എന്നൊക്കെ പറയുമ്പോൾ ലാലേട്ടനെ അങ്ങനെയും കൂടെ പ്രസന്റ് ചെയ്യുന്ന ഒരു സോങ് ആണ്. ചിലപ്പോ അതായത് നിങ്ങളെ പോലെ തന്നെ ഞാനൊരു മ്യൂസിക് ഡയറക്ടറെ പോലെ തന്നെ ഞാനൊരു കേൾവിക്കാരൻ കൂടിയാണ്. വെറുതെ ഒരു പാട്ടെന്നുള്ള രീതിയിൽ നോക്കുമ്പോ അത് ഹിറ്റായാൽ പോലും ഇപ്പൊ ഏത് പാട്ടാണ് അങ്ങനെ തന്നെ വിചാരിക്കില്ല. എന്റെ കേൾപ്പിൽ എനിക്ക് ഇഷ്ടമല്ല. ഇപ്പൊ ഞാൻ ഓഫ് ചെയ്യും. ആണോ? നമ്മുടെ ഒരു വലിയ നൊസ്റ്റാൾജിയാണ്. അല്ല വേറെ ഒന്നും കൊണ്ടല്ല. അതായത് നമ്മളിനെ കേട്ട് നമ്മള് അത് ഈ മോൾക്കൊരു കാര്യം അറിയാം. ഓരോ പടം ചെയ്യുമ്പോഴും ഞാൻ ഈ പടം ചെയ്യണതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം കേൾക്കും. വീട്ടിൽ മിക്കവാറും വൈഫൊക്കെ വഴക്കിടാറുണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കില്ല എന്നായിരിക്കും. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് കേൾക്കാറില്ല. പിന്നെ അടുത്തയിലേക്ക് പോകണം, വേറൊരു അലക്സ് പോളായി മാറണം. അപ്പൊ ഒന്നും കേൾക്കാൻ പാടില്ല. അതിനൊക്കെ നമ്മൾ ഇതിനും മേലെ നമ്മൾ ചെയ്യണം. ഇതൊക്കെ മേലെ അല്ലേ? പിന്നെ ഡിഫറെന്റ് ആകണം. അപ്പൊ നമ്മളെ പഴയനെ നമ്മൾ സ്നേഹിക്കാൻ പാടില്ല. പഴയനെ ഒരുപാട് സ്നേഹിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നു. ഇപ്പൊ തന്നെ ഞാൻ ചെയ്ത ഇഷ്ടമല്ലേ എന്നുള്ള പാട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത പാട്ടാണ്. ഞാൻ അവിടെ തന്നെ നിന്ന പാട്ടാണ്. അതൊരു എന്താ പറയുന്നത്, എൻ്റെ ഗൽബിലെ അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സിലെ പാട്ടിന്റെ ഒരു ചേട്ടൻ അനിയനാണോ ഇഷ്ടമല്ലേ? ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണ്. അതല്ല വേണ്ടത്. അതിന്റെ ഇടയ്ക്ക് വാസ്തവം വന്നിരുന്നു. ഈ അരപ്പവൻ പൊന്നു വാസ്തവമൊക്കെ വേറിട്ട പാട്ടുകൾ. അത് ചിലപ്പോൾ ഹിറ്റായ ഇല്ല എന്നുള്ള വേറെ കാര്യം. പാട്ട് ഹിറ്റായി ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേര്. അരപ്പവൻ പൊന്നൊക്കെ ഒരുപാട് പേർക്ക് റിപ്പീറ്റ് കേൾക്കാൻ ഇഷ്ടം. നാദാ നീ വരുമ്പോൾ വേറൊരു മൊത്തത്തിൽ വേറൊരു. അതെ അതാ ഞാൻ പറഞ്ഞു. അതെല്ലാം എന്നെ സംബന്ധിച്ചോളം എനിക്കത് സന്തോഷം നൽകുന്നതാണ്. വിദ്യാധരൻ മാഷ് പാടിച്ചിട്ടുണ്ട്. അതെ. അപ്പൊ അതിലെല്ലാം എന്ന് പറയണത് അലക്സ് പോളിന്റെ വേറൊരു മുഖം കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ തന്നെ പിന്നെ ആവർത്തിക്കുന്നു. ക്ലാസ്മേറ്റ്സ് ആണെങ്കിൽ പോലും അത് തന്നെ ഇനി ആവർത്തിക്കുന്നതിൽ കാര്യമില്ല. ഒരു പാർട്ടി കൊണ്ട് പറയണത് ക്ലാസ്മേറ്റ്സ് പോലത്തെ പാട്ടുകളെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ അടുത്ത് വന്നാല് ഞാൻ മിക്കവാറും എടുക്കുന്നല്ല. അങ്ങനത്തെ പോലത്തെ അല്ലെങ്കിൽ അതുപോലെ തന്നെ. പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യേണ്ടി വരുന്നതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് നമ്മുടെ സ്നേഹമുള്ളവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരുടെ ജീവിത പ്രശ്നമല്ല പറയുമ്പോൾ അങ്ങനെ ഇഷ്ടമില്ല എന്നുള്ള പാട്ട് ഞാൻ ചെയ്തത്. എനിക്കറിയാമായിരുന്നു ആ ഒരു സ്വഭാവം ഉണ്ടെന്നുള്ളത്. പക്ഷെ ഡയറക്ടർക്ക് അങ്ങനത്തെ വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ ചെയ്തു. ഇപ്പൊ ഡയറക്ടർക്ക് ഇപ്പൊ എന്നോട് ദേഷ്യം പറ്റുന്നത് കാണുമ്പോൾ അയാൾക്ക് ഇത്രയും പാട്ടൊക്കെ കൊടുത്ത അയാൾ എന്നെ തെറി പറഞ്ഞായിരിക്കും പറയാൻ പോണത്. പക്ഷേ അതാണ് ദീദി ഉഷാ ഉതുപ്പ് പോത്തൻവാവയിലെ വാവേ മകനെ. അതൊരു കൗതുകല്ലേ? കാരണം പുള്ളിക്കാരി കൊണ്ട് പാടിക്കുക എന്ന് പറയുമ്പോൾ സാറിന്റെ കരിയർ തുടങ്ങിയതിന്റെ ശേഷം അവരാദ്യത്തെ പാട്ടാണ്. അതെങ്ങനെയായിരുന്നു അങ്ങനെ ഒരു സിംഗറെ യൂസ് ചെയ്യുന്നത്, മലയാളി അല്ലാത്തൊരു? അത് മിക്കവാറും ഇതെല്ലാം തന്നെ മ്യൂസിക് ഡയറക്ടർ, ഞാൻ നേരത്തെ പറഞ്ഞു മ്യൂസിക് ഡയറക്ടർ തീരുമാനിക്കണമെന്നെങ്കിൽ തീരുമാനിക്കരുത്. അതായത് സിനിമ ചെയ്യുമ്പോഴെല്ലാം അങ്ങനെ ഡയറക്ടറും അങ്ങനെ തന്നെയാണ്. ഒരു സിനിമ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതിക്കുന്നു, എല്ലാം വേണ്ടി ഇരിക്കുന്ന സമയത്ത് പല ആശയങ്ങളും വരും. ചിലപ്പോൾ ഒരു കുട്ടി ഒരു അഭിപ്രായം പറയും, നല്ലാണെങ്കിൽ എടുക്കും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ വരും. അല്ല അതാ പറഞ്ഞു തന്നു. അപ്പൊ ഇതില് ഉഷാ ഉതുപ്പാണ് അഭിനയിക്കുന്നത്. അപ്പൊ അവരെ കൊണ്ട് തന്നെ പാടിച്ചാലാന്ന് പ്രൊഡ്യൂസർ അഭിപ്രായം ചോദിച്ചു. പിന്നെ എന്റെ കടമയാണ്, പക്ഷെ അവരല്ല അഭിനയിക്കുന്നത്, അവര് പാട്ടുകാരിയാണ്. അതെ അതെ അതെ, അങ്ങനെ കാര്യമുണ്ടല്ലോ. അപ്പോൾ അത് ഓക്കെയാണെന്ന് തോന്നി. വളരെ ടഫായിരിക്കുമെന്ന് എനിക്കറിയാം അവരെ കൊണ്ട് ഒരു പാട്ട് പാടിക്കാനായിട്ട്. അവരൊരു വെസ്റ്റേൺ സ്ലാങ്ങിൽ പാടുന്നവരാണ്. പക്ഷേ പാട്ട് ഹിറ്റായില്ലേ, ശ്രദ്ധിക്കപ്പെട്ടില്ലേ? ഹലോല പാട്ടുകൾ ഇതുപോലെ ഹിറ്റാണ്. പല ടൈപ്പ് പാട്ടുകളുണ്ട്. കടുകിട്ട് വറുത്തരു എന്ന് പറയുന്നത് വരുമ്പോൾ, അതുപോലെ പിന്നെ മഴവില്ലിൻ നീലിമ കണ്ട് അതിലും പാർവതി മേനോൻ എന്ന് പറഞ്ഞൊരു ന്യൂ കമർ ആയിരുന്നു അന്ന് ആ കുട്ടി. അവർ ഡാൻസ് ചെയ്ത് പാടുമ്പോൾ അവരെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോലും ആ പാട്ടുകൾ സഹായിച്ചു എന്ന് എനിക്ക് തോന്നാറുണ്ട്. ചെല്ലത്താമര എന്നുള്ളതൊക്കെ അന്ന് പാടി നടന്നൊരു പാട്ടാ. ചെല്ലത്താമര ചെറുചിരി ചുണ്ടിൽ ചൂടിയോ, തുള്ളിത്തേനുമായി കനവുകൾ ഉള്ളിൽ തുള്ളിയോ, സൂര്യചന്ദനം വാങ്ങിയോ, സ്നേഹചുംബനം നേടിയോ, കുളിരലകളിലാടിയോ, ചില്ലത്താമര ചെറുചിരി ചുണ്ടിൽ ചൂടിയോ, തുള്ളിത്തേനുമായി കനവുകളുള്ളിൽ തുള്ളിയോ, ബര് ബരസ് ബരസ് ബയ്യോ, ബര് ബരസ് ബരസ് ബയ്യോ, ബരസോര മേഘ चाहिए रे, पिया बोर चुपके आए जाहि रे, ओहो
पिया बोर चुपके आए जाए रे. അതില് ആ ഹിന്ദി പോർഷൻ ചിത്രമല്ലേ പാടിയത്. അതെ അല്ലേ? അല്ല, സംഗീത എന്ന് പറഞ്ഞൊരു ഓ കുട്ടിയാണ് ഓക്കെ ഓക്കെ. മലയാളി തന്നെയാണോ സാർ? ആ, മലയാളി. മലയാളി, ഓക്കെ. അപ്പോ ചിത്രം അത് കേട്ടപ്പോ അതാണ് അവരൊക്കെ മനസ്സിന്റെ ഒരു ക്വാളിറ്റി. ഓ ഓക്കെ. ആ ഹിന്ദി ഭാഗം ആ കുട്ടി നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ടിട്ട് ഞാൻ പാടണമെന്ന് ചോദിച്ചു. ഓ ഞാൻ പറഞ്ഞു ചിത്രക്ക് വിരോധം ഇല്ലെങ്കിൽ അന്ന് അത് തന്നെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. ആഹാ. അത് വലിയൊരു അതെ മനസ്സല്ലേ. അതെ അതെ. നന്നായിട്ട് പാടിയെന്ന് തോന്നിയപ്പോഴാണ് അത് മതിയെന്ന് അതെ പറഞ്ഞത്. അതെ അതെ. അപ്പൊ അതായാലും ആ സംഗീതക്ക് ഒരവസരം കിട്ടിയ അതെ, ഒരു അവസരം കിട്ടിയതിന് വേറെ പടങ്ങളൊക്കെ അതിന് കിട്ടിയുണ്ടായി. കിങ് ലെയറിന് ശേഷം പിന്നെ എന്തായിരുന്നു ഒരു ബ്രേക്ക് എടുക്കാം എന്ന് വിചാരിച്ചേ? കിങ് ലെയറിന് ശേഷമല്ല, ക്ലാസ്മേറ്റ്സിന് ശേഷമാണ്. അന്ന് വിചാരിച്ചതാണ് അല്ലേ, അതെ, നേരത്തെ അതെ, പറഞ്ഞ? അതെ. പക്ഷേ നമ്മുടെ ബന്ധങ്ങള് പ്രധാനപ്പെട്ടാണെന്ന്. ഇപ്പോൾ ഒരാള് പറയാണ്, ഒരാൾക്ക് വാക്ക് കൊടുക്കുന്നതായിരിക്കും വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ നീ എന്തെങ്കിലും സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടി വരും അല്ലേ? 10 വർഷം അങ്ങനെ. അല്ല, അങ്ങനെയൊക്കെ വരില്ല എന്ന് പറഞ്ഞാൽ ഇതങ്ങനെയല്ല. ഇതില് ഒരു പാട്ടാണുള്ളത്. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠനാണ് ആ പടത്തിൻ്റെ പ്രൊഡ്യൂസറുള്ള. ആ പുള്ളി വന്നിട്ട് ആ ഒരു പാട്ട് ചെയ്തു തന്നോന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ചെയ്യണ റീ റെക്കോർഡ് ഞാനല്ല, പാട്ട് വന്നു ഞാൻ അങ്ങനെ ചെയ്തതാണ്. കിങ് അപ്പൊ ലെയറിൽ അല്ലേ? ഞാൻ ആരോടും പാട്ട് നിർത്തി മ്യൂസിക് നിർത്തി ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് സത്യം. ഞാൻ എൻ്റെ ഫോൺ നമ്പറൊക്കെ മാറ്റിക്കളഞ്ഞു. ഞാൻ ആദ്യം വിളിച്ചപ്പോ കിട്ടിയില്ല. അപ്പോ പിന്നീടൊരു പുതുമ വരട്ടെ എന്നോ അല്ലെങ്കിൽ പുറത്തേക്ക് ചെയ്യണം എന്തായിരുന്നു, അതോ ഡിറക്ഷൻ ചെയ്യണം എന്നായിരുന്നു? അതെ അതെ, തീർച്ചയായിട്ടും. അതായത് നമ്മളെപ്പോഴും രണ്ട് മഞ്ചിൽ നമുക്ക് കാലുകുത്താൻ പറ്റില്ല. അപ്പോൾ അതിന് കുറച്ച് ത്യാഗം വേണ്ടി വരും. ഞാൻ LKG മുതൽ സ്റ്റാർട്ട് ചെയ്യണം. കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അത് ചെയ്യുന്ന പടം അസാധ്യമായിട്ട് വിജയിക്കണം. അത് അല്ലെങ്കിൽ പറ്റില്ല. വെറുതെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. അപ്പം അത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഹോംവർക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നീണ്ട 15 വർഷം അതിനുള്ള പണിപ്പുരയിലും എല്ലാം ആയിരുന്നു. ഇപ്പം എന്താണ് അതിന്റെ ഒരു കറന്റ്? അത് ആയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത് തന്നെ അതിൻ്റെ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പുറത്ത് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ സാർ കുറെ സംസാരിക്കാൻ പറ്റി, കുറെ പാട്ടുകളെ പറ്റി. സാറിന്റെ അടുത്ത പടത്തിനാണ് വെയിറ്റിംഗ്. അപ്പൊ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഇപ്പൊ 2 പടം ഞാൻ ചെയ്തു. അത് പറഞ്ഞില്ല, അറിഞ്ഞാങ്ങള് അത് സാർ അതിനെ പറ്റി പറഞ്ഞില്ല. അതായത് ഇതുപോലെ തന്നെ ഒരു സുഹൃത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ അതില് ഞാൻ ചെയ്തില്ലെങ്കിൽ അവന് ഭയങ്കര പ്രശ്നം വരും. അപ്പൊ അവൻ എന്നെ അന്ധമായിട്ട് വിശ്വസിക്കുകയാണ്. ഞാൻ ചെയ്തു കഴിഞ്ഞാൽ പാടം മെഗാ ഹിറ്റാവും, അപ്പോൾ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ പോലെ ആ വാക്ക് ഉപയോഗിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അതില് ഞാൻ ചെയ്തു. പൊങ്കാല എന്ന പടത്തിന്റെ പേര്. രണ്ടാമത്തെ പടം പിന്നെ ഒന്ന് ഓർമ്മ ചിത്രമണ്ഡല പടം. അത് മ്യൂസിക്കിന് വളരെ പ്രാധാന്യമുള്ളതാണെന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ചെയ്യേണ്ട ഒന്നാണ്. മ്യൂസിക്കിന് പ്രാധാന്യമുള്ളതാണ്. പിന്നെ കുറേ നാളിങ്ങനെ ബ്രേക്ക് എടുത്ത് കഴിഞ്ഞപ്പോൾ ഇത് സാമ്പത്തിക ടൈറ്റൊക്കെ വന്നു എനിക്ക്. അപ്പോൾ ഞാൻ കരുതി അത് വാക്കൊക്കെ മാറ്റിയിട്ട് പൈസ വേണ്ടല്ലോ അതിന്. അത് മാത്രമല്ല, ഞാൻ ഇനിയിപ്പം മ്യൂസിക് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ 2 പടം ചെയ്തുകൊണ്ടിട്ട് എനിക്ക് അതിൽ നിന്ന് അതിറങ്ങി കഴിയുമ്പോൾ അതിൻ്റെ പുറകിൽ ആളുകൾ പിന്നെ പ്രതീക്ഷിക്കും. അല്ലെങ്കിൽ വിചാരിക്കും പുള്ളിക്ക് ആ പാട്ട് ശ്രദ്ധിക്കപ്പെടില്ലെന്ന് വിചാരിക്കും. ആ പ്രൊഡ്യൂസറെ ബാധിക്കും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഞാനിപ്പോൾ ഒരു 3 എണ്ണത്തിൽ ഞാൻ അറിയാൻ സൈൻ ചെയ്ത് പോയി. നേരത്തെ പറഞ്ഞില്ല, നമ്മൾ സാമ്പത്തികം ഒരു ഘടകമല്ലേ, പൈസ വേണ്ടേ. 15 വർഷമായിട്ട് നമ്മൾ പിടിച്ചു തന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് ഇനിയിപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. ഞാൻ സിനിമ ഡയറക്ഷൻ്റെ കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനൊന്ന് കൂട്ടത്തിൽ മ്യൂസിക്കും ചെയ്യാൻ നേരിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ സാറിന്റെ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയുടെ സമയത്ത് നമുക്ക് വീണ്ടും കാണാമെന്ന് വിചാരിക്കണം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.